10K അടിക്കുമ്പോഴത്തേക്കിന് 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കിന് ഇൻഷാ അല്ലാ ഞാൻ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടെ ദാണ്ടി കാണുന്ന ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ടക്ക് ടക്കെന്ന് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ്ട് ഈ കപ്പിൾസ് ആണ്. ആരുടെയും കാര്യങ്ങളിൽ അധികം ഇങ്ങനെ കയറിയിട്ട് ഇടപെടുന്ന ഒരു സ്വഭാവം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്യണ്ട അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കണ്ട എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, ഇതിനെപ്പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്, ഇവരെ പറ്റി എന്താണ് പറയാനുള്ളത്, നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഓരോരുത്തർക്കും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഇപ്പം പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ പല പല കാസ്റ്റുകളിൽ നിന്ന് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഈവൻ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മുസ്ലിംസിലാണെങ്കിൽ തന്നെ ഷാഫിയും അനഫയും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പണ്ട് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ആയിരിക്കണം. അത് കഴിഞ്ഞ് ഹിന്ദുസിനകത്തിൽ തന്നെ ഇതിന്റെ ഇന്ന ജാതികള് മീൻസ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഇന്ന ആൾക്കാർ മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ, ഇപ്പൊ ബ്രാഹ്മിൺസും നായറുകളും കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ വേറെ വിഷയങ്ങളാണ്. ഇപ്പം ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു, ജെൻഡർ ഒരേപോലത്തെ ഉള്ളവർ കല്യാണം കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതിനകത്ത് നമ്മൾ സ്വകാര്യമായി സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞാനാണ് ആ സിറ്റുവേഷനിൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. ഇപ്പം അതായത് എന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ സ്വീകരിക്കാൻ എന്നോട് ഓക്കെ ആണോ ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന്? ഡെഫിനറ്റ്ലി ഐ വിൽ സേ നോ. ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. കാര്യം പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു പെൺപിള്ളേരെ നോക്കുന്നത് കണ്ടാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ പറയാറുണ്ട്, എടാ താണ്ട്ര അവിടെ നല്ല പൊങ്കച്ചിരിക്കുന്നടാ, എടി താണ്ട്ര അവിടെ നല്ല ചെറുക്കാൻ കിടക്കുക. അതൊക്കെ ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു മൈൻഡിലാണ് ഞങ്ങൾ അത് എടുക്കാറുള്ളത്. പക്ഷെങ്കിൽ ലൈഫിലോട്ട് എത്തിക്കഴിയുമ്പോൾ വേറൊരു പെണ്ണിനെ അക്കോമഡേറ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറ്റുവാണെങ്കിൽ ഞാൻ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ അതിനകത്ത് കൂടുതൽ വർത്തമാനങ്ങളൊന്നും ഇല്ല. പിന്നെ അവരെ പറ്റി എന്താ പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം മനസ്സിലാക്കുക, ഇത്രയും സ്ക്രീനിൽ കാണുന്നതല്ല ഏതൊരു മനുഷ്യന്റെ ലൈഫ്. അവർ ചിലപ്പം അതിനകത്ത് നല്ല വശങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. അതിനകത്തിന് ചീത്ത വശങ്ങൾ ഒരിക്കലും അവർ കാണിക്കുന്നില്ല. ചിലപ്പം എന്താ പറയാ, മഷൂറെ സംബന്ധിച്ച് അവൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, പുള്ളിക്കാരിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ സുഹാനെ സംബന്ധിച്ചും പുള്ളിക്കാരിക്കും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും. പക്ഷെ അതെല്ലാവർക്കും എല്ലാം വന്ന് പബ്ലിക്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പിന്നെ ഇപ്പൊ എന്താ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവരൊരു ജീവിതത്തിലെ ഒരു തൊഴിലായിട്ടാണ് കാണുന്നത്. അപ്പം അതിനെ അവർ കൊടുക്കേണ്ട കുറച്ച് മാന്യതകളുണ്ട്, അതൊക്കെ അവരത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കാണോ പ്രശ്നം? ഇനി ഞാൻ കുറെ കമന്റ്സ് ഒക്കെ അവരുടെ വീഡിയോയുടെ അടി കണ്ടു, സുഹാന സഹിക്കുവാണ്, സുഹാനയെ പറ്റിക്കുവാണ് ഇവർ രണ്ടുപേരും കൂടെ. പണ്ടം കണ്ട ഒരു യാത്ര പോയതിനൊക്കെ അതിനടിയിൽ ഇട്ടേക്കുന്ന കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സുഹാനയുടെ മനസ്സ് കണ്ടാ അറിയാം, അവൾക്ക് ഭയങ്കര വിഷമമാണ് അവളുടെ മുഖത്ത്. നമ്മളൊക്കെ എന്തിനാ അത് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്നേ? അവര് വിഷമാണെന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ. അവർ പറയുവാണ്, എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമാവുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ പുള്ളിക്കാരി ഇന്നേ വരെ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരി ആ ജീവിതത്തിൽ ഓക്കെ അല്ലാന്ന്. പിന്നെന്താ പ്രശ്നം? നമുക്ക് അവർക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കാണോ പ്രോബ്ലം? അതൊന്നും ആരും ഓർത്ത് ചിന്തിക്കേണ്ട. അപ്പം കുറെ ആയിട്ട് എന്നോട് കുറെ ആൾക്കാർ വന്ന് പറയുന്നു, മീൻസ് ഞാൻ ഒരു കാര്യം പറയാം, ഇതുവരെ എന്നോട് വന്ന് ചോദിച്ചിട്ടുള്ളവർ ഏത് രീതിക്കാണ് ചോദിച്ചതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അന്യവന്റെ ജീവിതത്തിൽ അമിതമായി തലയിട്ട് നോക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ പിന്നെ കുറച്ചുപേരൊക്കെ എന്റെ ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളാരും എന്റെ ക്വാളിറ്റി ഇടാൻ വേണ്ടി എന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങളാരും എനിക്കത് തരേണ്ട ആവശ്യവും. എനിക്ക് ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം, എന്റെ വീട്ടുകാർക്ക് അറിയാം. അതിനപ്പുറത്തേക്ക് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇവരെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി എന്റെ കാര്യത്തിൽ എടുത്ത് നോക്കിയാൽ ഞാൻ പറയും എനിക്ക് പറ്റത്തില്ല എന്ന്. കാര്യം എന്റെ ഭർത്താവിനെ വേറൊരാളുമായിട്ട് ചിന്തിക്കാൻ കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ആ ഒരു സിറ്റുവേഷനെ ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഭർത്താവ് എന്നെ ചതിച്ചിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ പോകത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പം എന്നെങ്കിലും നമ്മൾ സെപ്പറേറ്റ് എന്നുള്ളൊരു കാര്യം ചിന്തിക്കുകയേ വേണ്ട. എനിക്കത് പറ്റത്തില്ല കേട്ടോ. കാര്യം എനിക്ക് എന്റെ കെട്ടിയും കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വേറെ ആരും ഉള്ളൂ. ഞങ്ങൾ ചിലപ്പോൾ അടിയൊക്കെ ഉണ്ടാവും. അടി എന്നൊക്കെ പറഞ്ഞാൽ പൊരിഞ്ഞ അടി ഉണ്ടായിരിക്കും. ആ അടി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആവണം
അല്ലെങ്കിൽ അതിലേക്ക് വേറൊരു പെണ്ണ് വരട്ടെ, അല്ലെ വേറൊരു ചെറുക്കൻ വരട്ടെ എന്ന് കരുതിയിട്ടൊന്നുമല്ല. അതൊക്കെ ആസ് യൂഷ്വൽ ഒരു ലൈഫിൽ നടക്കുന്നതാണ്. അടി, ബഹളം, പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാവരും എല്ലാം ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാണ്, എന്റെ ലൈഫിൽ ഇഷ്ടം പോലെ അടികളുണ്ടാവും, പ്രശ്നങ്ങൾ എന്നും ഉണ്ടാവും. ഡെയിലി ഞങ്ങളൊരു 10 കൊണ്ട് ഡിവോഴ്സ് ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും 11ാമത്തെ തവണ ഞങ്ങൾ അങ്ങ് ഓക്കെ ആവും. അതാണ്, ഇത് തന്നെയാണ് എല്ലാവരുടെ ലൈഫിലുള്ളതെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഇവരുടെ ലൈഫിലും പലതവണ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ സാഹചര്യമായിരിക്കാം അവരെ മുന്നോട്ട് നീക്കുന്നത്, അല്ലെ അവരതിൽ ഓക്കെ ആയിരിക്കും. അതിനൊന്നും നമ്മൾ പറയാൻ ആരുമല്ല. അവർക്ക് ഓക്കെ ആണെന്ന് അവർ പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് എന്തുവാടെ സംസാരിക്കാൻ നിൽക്കുന്നത്? അതിനൊന്നും ആരും പോയി കൈ കടത്തണ്ട, അത്രേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളും അവരവരുടെ ഇഷ്ടങ്ങളും ഉണ്ട്. അവരാരും നമ്മുടെ ചെലവിലല്ലല്ലോ ജീവിക്കുന്നത്, അല്ലല്ലോ. ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നു, അല്ലെ ഇപ്പൊ എന്നോട് വന്നിട്ട് പറയാം നിന്റെ കെട്ടിയവനെ നീ വേറൊരു പെണ്ണിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഓക്കെ, അവരെനിക്ക് പൈസ തരട്ടെ, അവര് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളെല്ലാം നോക്കട്ടെ, എന്റെ കെട്ടേണ്ട കാര്യം അവര് നോക്കുന്നോട്ടെ. അപ്പൊ പിന്നെ അവര് പറയുന്നത് നമ്മൾ അംഗീകരിക്കാണ്ടി പറ്റും. അവര് പറയുന്നത് കേൾക്കണം. ശരി, അവരാണ് നമ്മളെ ചെലവിന് നോക്കുന്നത്. അപ്പൊ അവര് അവരുടെ സ്വന്തമായ രീതിയിൽ ജീവിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറയായിരിക്കും നമ്മളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യണ്ട, ആ പ്രശ്നം അങ്ങ് തീർന്നല്ലോ. നിങ്ങൾ വാച്ച് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം അങ്ങ് സോൾവ് ആവും, അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് താല്പര്യമില്ല, സ്കിപ്പ് ചെയ്യുക. അല്ലാതെ എന്തിനാണ് വെറുതെ നിങ്ങളുടെ സമയം പാഴാക്കുന്നത്? ഒരാൾക്ക് വേണ്ടി കമന്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണോ നിങ്ങൾ സമയം ചെലവാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പണ്ട് ചോദിച്ചവർക്കൊക്കെ ഉത്തരം ക്ലിയർ ആയി കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിനുള്ളവർക്കും കിട്ടിക്കാണുമല്ലോ. എന്റെ ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ആരുമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നിങ്ങൾ എനിക്ക് ചെലവിനും തരുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് ജോലി എടുത്ത്, എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് അത്ര വലിയ ഇൻകം ഒന്നും കിട്ടുന്നില്ല. ഞാൻ നേരത്തെ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേനും ഞാൻ പറയാം. അപ്പൊ ഞാൻ എന്തായാലും ആ പൈസ എനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ ഒരു 50% മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. അത് എന്നെ അറിയുന്നവർക്കറിയാം. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് എനിക്ക് ആ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെയും കൂടി അറിയിച്ചിട്ടേ അതിന് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മൾ 10K എടുക്കാൻ വേണ്ടിയിട്ട് പോകണം നമ്മുടെ ഫാമിലി. അപ്പം ഈ 10K എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ ഇൻകം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു സന്തോഷം, സ്നേഹത്തിന്റെ പേര് മാത്രം. അപ്പം ഇന്നെന്ന് 10K അടിക്കുമ്പോഴത്തേക്കിന് 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കിന് ഇൻഷാ അല്ലാ ഞാൻ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നതായിരിക്കും. അത് എന്ത് സഹായം വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്ത് അറിയിക്കാം. അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരുപാട് പ്രാരാബ്ധമുള്ള വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ പ്രാരാബ്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ അതിനകത്തു നിന്നും എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ആരെങ്കിലും ഞാൻ ഒരാളെ സഹായിക്കുന്നതായിരിക്കും. ഒരാളെ കേട്ടോ, അത് ഞാൻ സെലക്ട് ചെയ്യാം. കാര്യം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് കണ്ടിട്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹ്യൂജ് എമൗണ്ടിന്റെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും എനിക്കില്ല. പക്ഷെ എങ്കിലും പറ്റുന്ന വിധം ഞാൻ ചെയ്യും. കാര്യം ഈ 10K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ 10,000 ആൾക്കാർ എന്നെ അറിഞ്ഞു എന്നുള്ളതല്ലേ. അപ്പം ആ അറിയിച്ച് കൊടുത്ത നിങ്ങളെ ചിലവ് ഈ 10,000-ത്തിന് അപ്പുറത്തേക്കുള്ള ആൾക്കാർ എന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അവരിലേക്ക് എന്നെ എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം അന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അത് നല്ല രീതിക്ക് എന്താ പറയാ, ആവശ്യമുള്ളവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവരിൽ ആരെങ്കിലും, ഇപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് വന്ന് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, അല്ലെ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും സഹായം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം. ഇൻഷാ അല്ലാ എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തന്നു. കാര്യം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക എന്നെ കൊണ്ട് വയ്യ. അപ്പം ഇത് നിങ്ങൾ എന്താ പറയാ, വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അറിയാൻ പറ്റുന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കുക. അതായത് ഇങ്ങനൊരു പ്ലാനിങ് നമുക്കുണ്ടെന്നുള്ളത്. എന്തായാലും നമുക്കത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു. ഇനി നമ്മൾ മുന്നോട്ട് വളരും. ഇനിയും മുന്നോട്ട് നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യും. ഇനി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു അക്കൗണ്ടായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണമല്ലോ. ചുമ്മാ കഴിച്ചും കിടന്നുറങ്ങിയും പണിയെടുത്തും എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്നതിന് അത്ര വലിയ സക്സസ് കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന വിധം വേറൊരാളെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ പറയുക നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കും, ചെയ്തു തുടങ്ങും. നമുക്കിനി ഒരു 10Kക്ക് അപ്പുറത്തേക്ക് ഒരു തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവരോടും താങ്ക് യു. ഇനി എന്നെ ഫോളോ ചെയ്യുക, ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇനി എന്നെ നമ്മൾ ഫാമിലി, ഒരു വലിയൊരു ഫാമിലി ആയി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒത്തു നിൽക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.